ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ JV വ്ളോഗ്സ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിന്ന് വന്നേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ വന്നത്. കൂട്ടുകാരൻ പറഞ്ഞാൽ അനിയനാണ് കേട്ടോ. അന്ന് നമ്മളെ ബർത്ത്ഡേയുടെ ആ വീഡിയോയ്ക്ക് അതൊക്കെ ഉണ്ടല്ലോ, ആ ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കുന്നത് അവൻ്റെ വീട്ടിൽ വന്നേക്കുന്നത്. അപ്പോൾ അവൻ്റെ വീടിൻ്റെ സൈഡ് കുറച്ച് സൈറ്റൊക്കെ ഉണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ കണ്ടം, പിന്നെ കുറച്ച് ചേറ, അങ്ങനെ കുറച്ച് ഭാഗങ്ങളുണ്ട്. പിന്നെ നമ്മളിപ്പം 3 ദിവസമായി വീഡിയോ ഇട്ടിട്ട് അന്ന് കുട്ടനാടമാർപ്പ ലൊക്കേഷൻ ഷൂട്ട് ചെയ്തിട്ട് പിന്നെ ഇന്നാണ് വീഡിയോ ഇടുന്നത്. അപ്പം ഞാൻ മാസ്ക് വെക്കാമെന്ന് പറഞ്ഞാൽ സംസാരിക്കുന്നത് അത് ക്ലിയർ ആയിട്ട് കിട്ടില്ല, അതുകൊണ്ടാണ് മാസ്ക് വെക്കാത്ത കേട്ടോ. അപ്പോൾ എൻ്റെ വീട് ഇപ്പോൾ നമ്മുടെ കൂട്ടുകാരന്മാരും വന്നിട്ടുണ്ട്. അവന്മാരവിടെ ഇരിപ്പുണ്ട്, ഇപ്പോൾ കാണിക്കാം. അപ്പോൾ ഇതാണ്ട് അവന്മാരവിടെ താഴെ ഇരിപ്പുണ്ട്, വെയിലായിട്ടാണ്. അപ്പോൾ എന്തേ ഞങ്ങൾ 3 പേരാണ് വന്നേക്കുന്നത്. അവൻ്റെ വീട് അവിടെ ആയിട്ടാണ്. അപ്പോൾ എന്താ ഈ ഒരു ഇതാണ് കേട്ടോ നമ്മൾ പറഞ്ഞ സൈറ്റ്. ഇത് കണ്ടമായി കാണുന്നുണ്ട്. അപ്പോൾ വെള്ളമൊന്നും ഇല്ല, വെള്ളമുണ്ട് എന്നാലും ഒത്തിരി വെള്ളമൊന്നുമില്ല. ഇതിപ്പം അതിലെ കൂടെ കാണുന്നത് റോഡാണ് കേട്ടോ. ഇതിനിപ്പുറത്ത് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. പിന്നെ അതെ ഈ ഒരു കാടിനപ്പുറം വേറെ ഒരു പകുതി ഭാഗമുണ്ട്, അവിടെ കാണിക്കാം. ഇതിപ്പം എന്താണ്ട് ആ റോഡിന് ഇപ്പുറത്തെ ഭാഗം കേട്ടോ. അങ്ങനെ അറ്റം വരെ കിടപ്പുണ്ട്. കൂടെ വന്നമാരൊക്കെല്ലാം കരം കിടപ്പുണ്ട്. നമുക്കപ്പം അവിടെ ഒരു പാലമുണ്ട്. ആ പാലത്തിൻ്റെ അങ്ങോട്ട് പോയിട്ട് അവിടെ കുറച്ച് സ്ഥലങ്ങളൊക്കെ സ്ഥലമൊന്നും പ്രത്യേകിച്ചൊന്നുമില്ല. അവിടെ ഞങ്ങൾ ചൂണ്ടയിടുന്നൊരു സ്പോട്ടൊക്കെ ഉണ്ട്, അവിടെയൊക്കെ ഒന്ന് കാണിക്കാം. പിന്നെ ആ കാണുന്ന ആ ഒരു മലയ്ക്കപ്പുറം ചിറ കേട്ടോ, നമുക്ക് അവിടെയും പോവാം. അപ്പോൾ എന്താ ഇതിനകത്ത് ഇപ്പോൾ അവിടെയൊക്കെ കുറച്ച് പോത്തൊക്കെ കിടപ്പുണ്ട്. 2 പോത്ത്, ഒരു പശുവേ ഉള്ളൂ പാവക്കൂടെ ഈ കണ്ടത്. അത് കണ്ട കുഴപ്പമില്ല. നേരത്തെ ഇവിടെ രാവിലെയൊക്കെ ഇവിടെ മൊത്തം പശുക്കളല്ലടാ. ഇപ്പോൾ ഒന്നും കാണുന്നില്ല, എല്ലാം അഴിച്ചോണ്ട് നട്ടുച്ചയാണ്ടായിരിക്കും, എല്ലാം അഴിച്ചോണ്ട് പോയി. ഇത് പിന്നെ ക്രാവാനുണ്ട് ഇവിടെ ഇടത്തേക്കെന്ന് തോന്നുന്നു. അതാ കറക്കാൻ കൊണ്ടേ കാണും. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ലൊക്കേഷനിലോട്ട് പോകാം. അവിടെ ഒരു പാലമൊക്കെ ഉണ്ട്, കലങ്ക്. അവിടെ നിന്ന് നമ്മൾ ചൂണ്ടയിടും. ഞങ്ങൾ ഇന്നലെ അവിടെ വീശോല ഇട്ട് വരുന്ന വീശോല എറിഞ്ഞ ഒരു വരാലിനെ പിടിച്ചിട്ടുണ്ട്, ഒരു വരാലിനെ. അതിനെ നമ്മൾ ഇപ്പോൾ തിരിച്ചു പോകുമ്പോൾ കാണിക്കാം വരാലിനെ. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ വീട് ഷൂട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 1:30 ആയി കാണുമല്ലടാ. 1:30 ഭയങ്കര ഇത് കേട്ടോ, ഭയങ്കര വേല. ഇവിടെ നിന്നൊരു മരങ്ങൾ പോലെയല്ലേ കയറിയിരിക്കുക. നമ്മളവിടെ തണലുണ്ട്, അവിടെ നിന്ന് വീട് എടുത്തേ. മുഖത്തൊക്കെ ഭയങ്കര ഇരുട്ടാണ്. പിന്നെ കണ്ടോ വയറുണ്ടോ, ഫുള്ള് കണ്ടോണ്. നമ്മളാ കലങ്ങിൻ്റെ അവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ഇതാ കലങ്ക്. ഇവിടെ നല്ല കാറ്റൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് കലങ്ക്. അപ്പോൾ ഞങ്ങൾ ഇന്നലെ ഇവിടാണ്, ഈ ഒരു ഭാഗത്താണ് വീശോല ഇട്ട് 2 വരാലിനെ പിടിച്ചിട്ടുണ്ട്. ഒരു വരാല് കിട്ടിയില്ല, ഒരെണ്ണം ചാടിപ്പോയി. ഒരെണ്ണം അവിടെ വീട്ടിലുണ്ട്, കാണിച്ചു തരാം. അപ്പോൾ ഇത് വരമ്പായി പോയി. നമുക്ക് ഇതിലെ കൂടെ അപ്പുറത്ത് പോകാൻ പ്ലാൻ നോക്കാം. പക്ഷേ അറിയത്തില്ല അപ്പോൾ അപ്പുറം വരെ പോകാൻ ഒക്കുമെന്ന്. നോക്കാമില്ല, അവിടെ വരെ പോയിട്ട് മിക്കവാറും തിരിച്ചറിഞ്ഞ് വരും. നോക്കാം. എന്തുവാടാ ചൂണ്ടിട്ടുണ്ടോ അവിടെ? പിന്നെ ചൂണ്ടയുണ്ടോടാ? ഉണ്ടോ? ചൂണ്ടയുണ്ടോ? നമ്മളിപ്പോൾ താഴെ ഇറങ്ങി. ഇതിൻ്റെ ഒരുത്ത നാട് ഇവിടെ ഇപ്പോൾ ഉണ്ട് കേട്ടോ. ചൂണ്ടിട്ടുണ്ടോടാ? അടിവശം കേട്ടോ. ഇതിനകത്തോട്ടോ. ഇതിനകത്ത് മൊത്തം മീൻ അവിടെ ഇല്ല. ഇതെന്താ കമ്പിട്ടത്? എന്താ ഈ നൂല് കിടക്കുന്ന ഏതാ? ചൂണ്ടയിട്ടേക്കോ? പിന്നെ ഇത് കണ്ടില്ല, മാനത്തണ്ണിയൊക്കെ കിടന്ന് പോകുന്നുണ്ട്. നൈസൊരു ഫ്രെയിം ആട്ടോ. ഫോൺ എടുക്കാൻ നല്ല രസമുണ്ട് കാണാൻ. നല്ല പച്ചപ്പ്. ഒരുത്തം മതിലിൻ്റെ കൊണ്ട് കയറിയിരിക്കുന്നു. ഞാൻ മാസ്ക് വെച്ചിട്ടുണ്ട് കേട്ടോ, എന്നെ കാണിക്കാത്ത. എടാ ഷെബിനാ, നമുക്കിതിൽ അപ്പുറത്ത് പോവാം. എങ്ങനെ പോന്നെ? ചെരുപ്പ് ഒരു കൈ പിടിക്കണം. എടാ അമ്മച്ചിയുടെ വീടാ. അപ്പൊ അമ്മച്ചി പശുവിന് വീട് നോക്കണ്ടല്ലോ കഴിച്ചോണ്ട് പോകുന്നത്. ഇല്ല, നമുക്ക് ഇവിടെ വാർച്ച നമുക്കെല്ലാം അങ്ങോട്ട് പോകുമ്പോ. അവന്മാർ അവിടെ എത്തിയിട്ടുണ്ട്, ഞാനിവിടെ ആയതുകൊണ്ട്. പശുവിൻ്റെ ഇതൊക്കെ കിടങ്ങി. ഇതാ വരമ്പ്. ഈ വരമ്പ് ഇപ്പോൾ ഈ ഇടയ്ക്ക് വന്നില്ല. ഇതിലെ കൂടെ ഓടെ ഇപ്പോൾ തോടാക്കിയത്. ഇപ്പോൾ തൊഴിലുറപ്പുകാരെല്ലാം കൂടെ ഇവിടെ മറിഞ്ഞ്. ഈ പിന്നൊരു കാര്യം എന്താ പറയുക, ഈ ഫോൺ ഷേക്ക് ആവുന്നതേ. യോ എടാ ബെറ്ററാ, കാര്യം ഇത്ര നാന്ന് പോയി. ഫോൺ പോകത്തില്ല, എടുത്തെടുത്ത്. നിങ്ങൾ അപ്പുറത്തിറങ്ങിയേ. അമ്മേ നല്ല ആട്ടോ പോലെ ചാടിയാ. അവന്മാർക്ക് ഇതൊരു വെയിറ്റ് ഇല്ലാത്തതുകൊണ്ടായിരിക്കും. അവന്മാരൊക്കെ നല്ല ചാടിച്ചാൽ കിടക്കും. പിന്നെ പറഞ്ഞുകൊണ്ടിരുന്നത് ഫോണിനകത്ത് ഇപ്പോൾ ഇത്ര ഷേക്ക് വരാൻ കാരണമേ സ്റ്റിക്കില്ല കേട്ടോ. സ്റ്റിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതില്ല, ട്രൈപോഡില്ല കേട്ടോ. ട്രൈപോഡില്ല. നമ്മളിപ്പോൾ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ സെൽഫി സ്റ്റിക്ക് ഉണ്ടല്ലോ, സെൽഫി സ്റ്റിക്ക് എടുത്ത്
സെറ്റ് ചെയ്തിട്ട് അതിനകത്ത് ഒരു പിടി ഉണ്ടല്ലോ, ഒരു പിടി വെച്ചിട്ട് അതിന് മേളിലാണ് സെൽഫി സ്റ്റിക്ക് വെച്ചേക്കുന്നത്. അങ്ങനെ ഷൂട്ട് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ടാണ് ഈ ഷേക്ക് വരുന്നത്. പരമാവധി കൈക്കത്ത് ഞാൻ അങ്ങനെ പിടിച്ചേക്കുന്നത്. അല്ലേ പെട്രാ നടക്കാൻ വയ്യാ. ഒരാവേശത്തിന് ഇറങ്ങി വരികയും ചെയ്തില്ലേ. എടാ മര്യാദക്ക് ഇതിലേക്കൂടെ ഇറങ്ങി പോയാൽ പോരായിരുന്നു. വീടല്ലേ വേറെ ഉടുപ്പ് പോലും ഇട്ടുകൊണ്ട് പോകാൻ. വെള്ള ഉടുപ്പ് ഇട്ടുകൊണ്ട് വരികയും ചെയ്തല്ലേ. ഒരുത്തം പേടിച്ചാണ്ട് പോന്നു. എന്ത് ഇതുണ്ട് ഭായി. അയ്യോ ഞങ്ങൾ നടന്നുകൊണ്ട് ഇവിടെ വരത്തില്ല. അങ്ങൊരു സാധനം കൊണ്ട് പൊട്ടുപോലെ അവിടെ ഇരിക്കും വരും. ഞങ്ങൾ അവിടെ നടന്ന് ഇവിടെ എത്തിയിട്ടുണ്ട്. സൈഡിലൊക്കെ വീടുണ്ട് കേട്ടോ. ഉണ്ട് ഇല്ല, അവിടെ നമ്മളില്ല, വെള്ള വീടുണ്ട്. അവിടെയാണ് ഞങ്ങളുടെ വീട്. നമുക്കിനി ഇതിലെ കൂടെ ആ കാണുന്ന ഒരു ലൊക്കേഷനിൽ നമ്മൾ പോകാൻ നോക്കാം. വഴിയുണ്ട്, മര്യാദക്കുള്ള വഴി അപ്പുറത്തുണ്ട്. പിന്നെ ഞങ്ങൾ വിരിച്ചിട്ട് വെറൈറ്റിക്ക് ഇതിലെ കൂടെ പോകുന്നത്. പിന്നെ വണ്ടിയൊക്കെ അവിടെ വീട്ടിലിരിക്കാം. തിരിച്ച് നമുക്ക് ഇതിലെ വരാം കേട്ടോ. നല്ല രസമുണ്ടാ. ഒരു വരാലടപ്പുണ്ടായിരുന്നു. ഞങ്ങൾ വന്നപ്പോൾ ചാടി അങ്ങോട്ട് പോയി. തവളയല്ലേ വരാൽ. ഈ ഒഴുകി വരുന്ന വെള്ളം അങ്ങോട്ടാണ്. മീൻ വന്നുണ്ടോ? ഈ വെള്ളം തന്നെ അവിടെ ചിറ ഉണ്ടല്ലോ, ആ ചിറ കൂടെ വെള്ളം വരുന്നത്. നേരെ ആ ലൊക്കേഷനിലോട്ട് പോകും. നമ്മൾ കുറേ ഇങ്ങ് എത്തി നടന്നിരുന്നു. നമ്മൾ വന്ന സ്ഥലം എന്തുകൊണ്ടില്ല അവിടെ കേട്ടോ. ആ വെള്ളം അതിൽ വന്നിട്ട് നമ്മൾ വന്നത്. ഇങ്ങെത്തി ഇതുണ്ടോ, എനിക്ക് സാധനം കണ്ടോ, പശുവിനെ കൊടുക്കുന്നത്. എൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല. അടി വെള്ളം, ഈ വെള്ളം ഒഴുകി പോകുന്നുണ്ടോ? ഇത് ചിറലോട്ട് പോകും വെള്ളം. ഓരോ ഒത്തിരി അതിൽ വെള്ളം കയറുമ്പോൾ അങ്ങോട്ട് പോകാൻ തോന്നും. രണ്ടാമന്മാർ ചാടി അങ്ങ് പോകും. ഞാൻ വീട് എടുക്കുന്നുണ്ട്. എനിക്ക് പെട്ടെന്ന് ചെല്ലാൻ നോക്കുന്നില്ല. ഇവിടെയൊക്കെ പോത്തിനെ കെട്ടുന്നുണ്ട്. വെള്ളം കിടക്കുന്നുണ്ടോ കണ്ടോ? എടാ അവിടെ അങ്ങനെ അക്കരിക്ക് ഇറങ്ങൂടാ. വാ നോക്കാം. അമ്മേ ഞാൻ ചാടി. ഫോണൊക്കെ മലന്ന് പോയി. ഞാൻ പറഞ്ഞല്ലോ സേഫ് സ്റ്റിക്ക് കൊണ്ട് ലൂസായി പോയി. ഇതിന് എൻ്റെ ഇവിടെ പിടിച്ചോണ്ടോ പോകുന്ന കേട്ടോ. എൻ്റെ കളി ഭയങ്കര തണുപ്പല്ലേ. ഇതെന്തുവാടാ ഇത്? ഭയങ്കര ചെളി കളി അവിടെ. ഇതുണ്ട്, ഇത് പോകുന്നുണ്ട്. ഇറങ്ങുകയും ചെയ്ത് കഷ്ടകാലത്തിന് ഇറങ്ങി. അമ്മേ എടാ എന്നോടെ കൊണ്ടോ കഷ്ടമുണ്ടോ? എന്താ കാണിക്കുക? ഇപ്പോൾ ഓക്കെ കേട്ടോ. ഇപ്പോൾ ഇവിടെ കുഴപ്പമില്ല. ഇപ്പോൾ ഇത്തിരി നിലമുണ്ട് ആവട്ടെ. എൻ്റെ മോനെ ഡാർക്ക് കാലിൻ്റെ പോലെ കൊണ്ട് തിരിച്ച് റോഡിൽ കൂടെ പോവാം. തിരിച്ചില്ല എനിക്കൊന്നും വയ്യ. ഒരാവേശത്തിന് ഇറങ്ങി വരികയും ചെയ്ത് നമുക്ക് ചിറപ്പേ കാല് കേടാ. ഇതാണ് ചിറ കേട്ടോ. ഇതാണ് ഞങ്ങളുടെ ചിറ, വള്ളൊന്നും ചിറ. ഇതല്ല വള്ളൊന്നും ചിറ. ഇവിടെയൊക്കെ ഞങ്ങൾ കുളിക്കാൻ വരണ്ടേ. ലൊക്കേഷനൊക്കെ ഞങ്ങൾ ചൂണ്ടിടുന്നത് അങ്ങേറ്റത്ര പോകും. നമുക്കൊരു റൗണ്ട് അടിക്കാം, ചിറക്കി പറ്റും. ആമയോ എന്താടാ എവിടെ ഇരിക്കുന്നു? കാണാക്കത്തില്ല കേട്ടോ. കാലിൻ്റെ കോലം കൊണ്ടോ ഇതാ. അല്ല അവിടെ അതിരിപ്പുണ്ട്. ഇല്ല കിളി എന്തോ അതിന് പറയുന്നത്. എന്തോ കടലക്കാക്കയാ.
എന്തുവാ പറയുന്നത്? ആ അതന്നെ നീർക്കാക്ക, അതവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ആ നീർക്കാക്കയാ, കണ്ടോ? ഇതാണ് ഞങ്ങളുടെ ചിറ. നമ്മുടെ രണ്ടാമന്മാർ അവിടെ ഇരുന്ന് കാലേ കഴുകുന്നുണ്ട്. എനിക്കൂടെ കഴുകണം, എൻ്റെ കാലൂടെ. പിന്നെ ഈ ഒരു ഭാഗം കൊണ്ട്, ഈ ഒരു ഭാഗം മാത്രം കൊണ്ട് പായലൊന്നും ഇല്ല കിടക്കുന്നത്. ഇവിടെ ഞങ്ങൾ കുളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ കൂടെ വലിയ ആഴമൊന്നുമില്ല, ഏകദേശം കൂടിപ്പോയാൽ നമ്മുടെ തോണ്ട അത്ര കാണും, അത്രേ ഉള്ളൂ ആ ആഴം. എന്താ കുളിക്കുന്നോടാ? ഇപ്പം കുളിക്കാൻ വരാത്ത എന്താ അറിയോ? ഈ കൊറോണയുടെ ഇതും വേറെ ഒന്നും കൊണ്ടല്ല, വെള്ളത്തിൻ്റെ ഒരു കളറുണ്ടോ? ഇതുണ്ടോ വെള്ളത്തിൻ്റെ കളറുണ്ടോ? വെള്ളത്തിൻ്റെ കളറുണ്ടോ? ആ ഒരു ഇത് ഒരു സുഖമില്ല വെള്ളത്തില്ല, പന്നവെള്ളം. പിന്നെ മാസ്കിനകത്തൊക്കെ എന്താ ചെളി ഇരിക്കുന്നത്? നീ തിന്നോ ചെളി? ഇങ്ങോട്ട് നോക്കി, ഇങ്ങോട്ട് നോക്കി, ഇങ്ങോട്ട് നോക്കി. ഞങ്ങളുടെ ദേഹത്തിലുള്ള നടന്നു വന്ന നീ കാണിച്ച ഇല്ലല്ലയാ. ഇതുണ്ട് പാലിളക്കുന്നുണ്ടോ? ഈ കിടക്കുന്ന കവറെല്ലാം എങ്ങനെയാണെന്ന് അറിയാമോ? ഈ കുളിക്കാൻ വരുന്നവരൊക്കെ ഇട്ടിട്ട് പോകുന്നത്, ഷാമ്പൂ ഒക്കെ. കാലൊന്നും കഴിച്ചു കണ്ടെത്തി പോലും ചെറിയ കാല കഴിയിട്ടുണ്ട് കേട്ടോ. ചെറിയ ബാഗ് കാണുന്നു, ചെറിയ നമുക്ക് ആ ഒരു ലൊക്കേഷൻ പിടിക്കാം. ആ വഴി ഉണ്ടല്ലോ കൂടെ പോകാൻ. ഉണ്ടോ? നടക്കടാ. ഞങ്ങളിപ്പോൾ തന്നെ ചെറുടെ സൈഡിൽ കൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കും. ഇവിടെ കുറച്ച് ചീനിയൊക്കെ ഉണ്ട്, ചീനിത്തോട്ടമൊക്കെ ഉണ്ട്, ചീനിട്ടുണ്ട്. ചീനിയുടെ പൂവല്ല, എന്തോടാ പറഞ്ഞത്? എന്താടാ ചീനിയുടെ സാധനത്തിന് പറയുന്നത്? അട്ടത്തിരിക്കുന്നത് വട്ടത്തി വെയിലെ കൂടെ കളിയാ കയറി പോന്നെ. കണ്ടുണ്ട്. ഒരു മിനിറ്റ്. ഓക്കെ ഓക്കെ ഓക്കെ, ഒപ്പം ബൈക്ക് ക്ലിയറായി. അവിടെ ലവ് ബൈറ്റ്സ് ഉണ്ടല്ലോ, ലവ് ബൈറ്റ്സ് തരാം അവിടെയൊക്കെ. നമ്മൾ പോകുന്ന നേരത്തെ ഒരു കടയുണ്ട്, ചായക്കട കേട്ടോ. ആ ചായക്കട പറ്റൊന്നുമില്ല പോ. ആ ചായക്കട ഒരു ഷോർട്ട് ഫിലിം എടുത്തിട്ടുണ്ട് കേട്ടോ. ആ ചായക്കട ഇപ്പോഴും ഉണ്ട്. ആ ഷോർട്ട് ഫിലിമിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ചായക്കട കാണിച്ചു തരാം നിങ്ങളെ. ചായക്കട ആ ഒരു സീൻ ഷോർട്ട് ഫിലിം എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കാല് കഴിക്കൊണ്ടിരുന്നില്ലേ, കാല് കഴിക്കൊണ്ടിരുന്നില്ലേ, കാല് കഴിക്കൊണ്ടിരുന്ന ഭാഗവും എടുത്തിട്ടുണ്ട്. ഇതൊരു നാശമൊക്കെ നോക്കാം. മര്യാദയ്ക്ക് റോഡെ കൂടെ വന്നത്. ഓഹോ, അങ്ങനത്തെ നമ്മളൊക്കെ ഇവിടുത്തെ ചേമ്പും ചീനിയൊക്കെ പോകുമല്ലോ. 500 ഉണ്ടല്ലോ ഇവിടെ. ഈ ഒരു ഭാഗത്ത് പശുവിനെ കുളിപ്പിക്കുന്നത്, ഇവിടെ നിന്ന് കുളിക്കാൻ വരുന്നത്. പശു മാത്രമേ കുളിക്കുന്നുള്ളൂ, പശുവിന് മാത്രം പ്രത്യേകം കൊടുത്തിട്ട് സ്ഥലമാണ്. ഈ ചായക്കട കേട്ടോ പറഞ്ഞത്. കാരണം ഈ ചായക്കട ഞാൻ പറഞ്ഞത് ലുലുമാളല്ല ഇത്. ഷോർട്ട് ഫിലിമൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഈ ചായക്കട. ആ ചായക്കടയിൽ നമ്മൾ ഷോർട്ട് ഫിലിമൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. തൊട്ട് സൈഡിലാണ് ഈ ചിറ. നൈസായി അവിടെ നിൽക്കാൻ കണ്ടു. ഇപ്പോഴല്ല വരേണ്ട, സത്യം പറഞ്ഞത് ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോഴാണ് വരണ്ടേ. നമ്മൾ വന്നത് കൊണ്ട് ആ ഒരു ഇതുണ്ടോ, അതിലേക്കൂടെ കേട്ടോ നമ്മളിങ്ങോട്ട് കയറി വന്നേ. ഇനിയും ആ ഒരു ഇത് കാണുന്നതിൻ്റെ അപ്പുറത്ത് കണ്ടമുണ്ട്. പിന്നെ ഈ തെങ്ങിൻ്റെ അപ്പുറം മൊത്തം കണ്ടോ, അങ്ങ് അറ്റം വരെ കണ്ടോ. അങ്ങോട്ട് പോന്നോ? ബൈക്കേ പോവാം. എന്താ ശിവനെ? അപ്പോൾ നമ്മൾ അവിടുത്തെ കണ്ടവൻ ചെറിയെല്ലാം കണ്ടു. ഇനി നമുക്കിത് ആ ഒരു ലൊക്കേഷനോട്ടാണ് പോകണ്ടേ. അപ്പം കുറേ അമ്മമാർ പറയുന്നുണ്ട് കേട്ടോ, രണ്ടാമരും പറയുന്നുണ്ട്. ഇതിപ്പോൾ നടന്നു പോയിക്കൊണ്ടിരുന്ന റോഡാട്ടോ. ഈ റോഡിനപ്പുറം ചിറ, ഇപ്പുറം കണ്ടോ. ഇതാ ചിറയുടെ അപ്പുറത്തെ കണ്ടോ, അതായത് പോസ്റ്റ് കൊടുത്തേക്കുന്നുണ്ടോ. അങ്ങനെ ഏറ്റവും വരെ പോസ്റ്റാണ്, കാണാൻ പറ്റില്ല. അവിടെ ഒരു പാലമുണ്ട്, ആ പാലത്തിൽ ഒരു ഷോർട്ട് ഫിലിം ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ആ പാലം ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ അതുകൊണ്ടല്ല അവിടെ ഒരു കട്ടച്ചോളയൊക്കെ ഉണ്ട് കേട്ടോ. വള്ളത്തെ ഏറ്റവും മെയിൻ കാര്യം കട്ടച്ചോള. പിന്നെ ഇതാണ് ഇവിടുത്തെ കുറച്ച് കണ്ടോ. ഇതിലൂടെ അപ്പുറത്ത് നടന്നു ഇതിലൂടെ വരാകത്തില്ല. 1 കിലോമീറ്റർ എടുത്തുണ്ട് അപ്പുറം വരെ. 1 കിലോമീറ്റർ തള്ളിയ കൂടുതൽ, ഇച്ചിരി അര കിലോമീറ്റർ ഇല്ലെന്ന് തോന്നുന്നു. നമ്മളിപ്പോൾ കണ്ടേ അവിടെ നിന്ന് ഇപ്പുറത്ത് വന്നു ചേരടെ. അതുകൊണ്ട് ഈ ഒരു ഭാഗത്തൂടെ ഇതിലേക്കൂടെ വെള്ളം അപ്പുറത്തോട്ട് പോകുന്നത്. അല്ല അങ്ങോട്ടൊന്ന് പോവാം. കണ്ടോ, ഇതിലേക്കൂടെ വെള്ളം അപ്പുറത്തെ കണ്ടത്തിലോട്ട് പോകുന്നത്. ഈ ചെറിയ വെള്ളം നേരെ വന്ന് ഇതിലേക്കൂടെ അപ്പുറത്തെ കണ്ടത്. ഇതിനകത്ത് എന്തോടാ പറയുന്നത് ഷെബിനെ? നോക്കട്ടെ, പമ്പ് ഹൗസ് ഉണ്ട്. ഇതിനകത്ത് പമ്പൊക്കെ ഇരിക്കുന്നത്. നമ്മളിനി അങ്ങോട്ട് പോവാം.
ഇതിലൊക്കെ ഇറങ്ങി തിരിഞ്ഞ് നമുക്ക് ഇനി അപ്പുറത്ത് ഇറങ്ങി അങ്ങോട്ടൊന്നും പോകാം. പിന്നെ ഇതൊന്നും അല്ല കേട്ടോ വള്ളത്ത് കാണിക്കാനുള്ളൂ. ഇനി ഇഷ്ടം പോലെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ആദ്യം മരിച്ച് നമ്മുടെ അടുത്ത് കിടക്കുന്ന കുറച്ച് സാധനങ്ങളൊക്കെ കാണിച്ചിട്ട് ചെയ്യാമെന്ന് വെച്ച്. ഇത് കണ്ടോ നല്ല രസമുണ്ടല്ലേ. അതുകൊണ്ട് ആ പറഞ്ഞ സാധനം കണ്ടോ, ഇപ്പം ഞാൻ പറഞ്ഞത് നിർക്കാക്കാം. ഓ വെള്ളത്തിൽ മറിഞ്ഞോണ്ട് അതിപ്പോൾ മുങ്ങൂടാ വെള്ളത്തിൽ വരെ കുളിച്ച് തോത്തിയിരുന്നതാ നമ്മൾ ഓടിച്ചതിനെ. പിന്നെ ആ ഒരു സ്ഥലം തൊട്ട് ചെറുടെ ഇതുണ്ടോ, ഇത് വായിട്ടിട്ടേക്കുന്നുണ്ടോ, വീഡിയോ കാണുമ്പോൾ ഇത്ര അറിയത്തില്ല കേട്ടോ. ഇത് അങ്ങുണ്ട്, ഇവിടുന്ന് ക്രോസൊക്കെ നീന്താൻ പറ്റത്തുള്ളൂ. എന്തോ ദൂരം എന്നറിയോ. ഇവിടെ കുറേ ചൂണ്ടിടാനൊക്കെ വന്നിട്ടുണ്ട് ഞങ്ങൾ ഈ ചേരനൊക്കെ കുറച്ച് ഭാഗത്ത്. പിന്നെ കൂടുതലവന്മാരൊക്കെ പറയാടാ ടയർഡായോടാ. ഭയങ്കര വെയിലാട്ടോ, അത് വിഷയമാണ്. ഭയങ്കര വെയിലായത്. വെയിലെന്നൊക്കെ പറഞ്ഞാൽ ഒരുമാതിരി ഭയങ്കര വെയിൽ. ഓട്ടോറിക്ഷയാണോ പോന്നെ? പോടാ പൊളിച്ചു കൊണ്ട് ഓട്ടോറിക്ഷ അലക്കിയൊക്കെ പോകും വെയിലൊക്കെ ഇട്ട്. ഇനി ഇതിലെ കൂടെ ഈ ഒരു സ്ഥലത്തിലാണ് നമ്മൾ നടന്നു പോകുന്നത്. നമ്മൾ ആ ടാങ്ക് ഉണ്ടോ, അങ്ങൊരു വെളുത്ത ടാങ്ക് ഇരിക്കുന്നത്, അവിടെ നിന്ന് നടന്നു തുടങ്ങിയതാണ്. അവിടെ നടന്ന് റോഡിൽ കൂടെ കയറി ഇപ്പുറത്ത് വന്നു. എപ്പോഴും കാണിക്കണ്ടല്ലോ. അപ്പം ഇവിടെ എത്തി. ഇനി കറങ്ങി അതിലെ കൂടെ ചെന്നിട്ട് അപ്പുറത്തെ കണ്ടത്തിൽ കൂടെ നമ്മൾ വന്നു. ഇനി ആ കണ്ടത്തിൽ കൂടെ കയറാൻ വയ്യ. ഇപ്പോൾ കുറേ നേരം നടക്കും കേട്ടോ. ഇനിയും നമ്മൾ വന്ന അപ്പുറത്തെ കണ്ടത്തിൽ കൂടെ നമ്മൾ വന്നു. ഇനിയും ഇത്രയും കറങ്ങി അവിടെ ഒരു കണ്ടമുണ്ട്, അത് ഒത്തിരി നടക്കണം. വെയിലാണ്ട് പോയില്ല. ഇപ്പം തന്നെ വീർത്ത് ഇതായി ഭയങ്കര ഇതുണ്ടല്ലോ, കാണാൻ പറ്റുന്ന തരത്തിലോ. നല്ല ഇരുട്ടായിരിക്കും മിക്കവാറും. ഫോണിനകത്തായിട്ട് ഷൂട്ട് ചെയ്യുന്നത്, അതുകൊണ്ട് അതിൻ്റെ ആയിട്ട് ഒരു പോരായ്മയൊക്കെ ഉണ്ട്. വരും കുറച്ചാളെ കഴിയുമ്പോൾ നമ്മൾ സെറ്റായി വരുമ്പോൾ പുതിയ ക്യാമറ ഒക്കെ വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ ഒരു ഗോപ്രോ അത്യാവശ്യം മേടിക്കണം കേട്ടോ. ഒരു ഗോപ്രോ ഉണ്ടല്ലേ. അത് നല്ലോട്ട് സൈറ്റ് വേണ്ട, കുറേ കുപ്പി കിടക്കണം. ഇനിയും അത്യാവശ്യമായിട്ടൊരു ഗോപ്രോ മേടിക്കണം നമുക്ക് കേട്ടോ. ഗോപ്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ട്രിപ്പെന്ന് പറഞ്ഞാൽ ലോങ് അടിയില്ല, കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോകാനുണ്ട് ട്രിപ്പ്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഗോപ്രോ ഉണ്ടല്ലേ, ഹെൽമെറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫോൺ പിടിക്കേണ്ട ആവശ്യം, ഹെൽമെറ്റ് വെച്ചാൽ പോരാ. നമുക്ക് കാര്യം പറഞ്ഞപ്പോൾ അതിന് റെക്കോർഡ് ചെയ്യുകയും ചെയ്യും, ക്യാമറയെക്കാളും കുറച്ചുകൂടി സെറ്റായിട്ടൊന്ന് ഷൂട്ട് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ എൻ്റെ ഫോൺ എന്ന് പറഞ്ഞാൽ റെഡ്മി 8 കേട്ടോ. അതിനകത്ത് ഷൂട്ട് ചെയ്യാം, പക്ഷേ വൈഡൊന്നുമില്ല. ഇത്ര കിട്ടുന്നൊരു ക്ലാരിറ്റിയും കിട്ടാൻ ചാൻസ് ഇല്ല. ഇപ്പം കൂട്ടുകാരൻ്റെ ഫോണിനകത്ത് എടുക്കുന്നത്, അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. വൈകന്മാർക്ക് നല്ല ഫോണിലോട്ട് ഷൂട്ട് ചെയ്യാം. ഞങ്ങൾ വരുന്ന വയ്ക്കില്ല, അവിടെ ഒരു പോത്തിപ്പുണ്ട് കേട്ടോ. പോത്ത് കുറ്റി എന്ന് പറഞ്ഞാൽ ചേട്ടൻ കമ്പിയല്ല, ഇത് ചെടിക്കകത്താണ് കെട്ടിയിട്ട് വരും. ഞങ്ങളെ കണ്ട് പോത്ത് അതും പറിച്ചുകൊണ്ട് പോയി. പിടിക്കാനൊന്നും പറ്റത്തില്ല, അങ്ങ് ഓടിപ്പോയി. അവിടെ ഇപ്പോൾ ഉണ്ട്, കാണാൻ പറ്റുന്ന തരത്തില്ല. അവിടെ ഇപ്പോൾ ഉണ്ട്, അവർ പിടിച്ചോളൂ. നമുക്ക് പോകാം. അപ്പുറത്ത് കണ്ടില്ല ഒരു ഇത് വെള്ളം ഒഴിപ്പോന്നെ, അതുപോലൊരു സാധനം ഇവിടെ ഉണ്ട് കേട്ടോ. കണ്ടോ, നമ്മൾ വന്ന വഴി അപ്പുറത്ത് നേരത്തെ വന്നില്ല, ബസ് കൊണ്ട് കയറി ചെന്നില്ല. ആ കണ്ടോ കാണുന്നത്. അതുകൊണ്ട് ഈ സാധനം വെച്ചേക്കുന്നത് എന്തിനാണെന്നറിയോ, മീൻ പിടിക്കാൻ വേണ്ടി. മീൻ പിടിക്കാൻ, പക്ഷേ ഇതിനകത്തൊരു അങ്ങനെ മീൻ വെളിയിൽ പോകല്ലോടാ. ആയിരിക്കുമല്ലേ, വേസ്റ്റ് ഒന്നും എനിക്കൊന്നും വേസ്റ്റ് ഒന്നും അല്ല, മീൻ പിടിക്കാനായിരിക്കും മിക്കവാറും. ആയിരിക്കും. അതുകൊണ്ടല്ല അവിടെ കുറെ താറാവൊക്കെ നിന്നുണ്ട്. പിള്ളേരുടെ കലാവായിരുന്നത് എന്തുവാ എനിക്കറിയത്തില്ല. അയ്യോ ഇപ്പൊ താഴെ വീണനെ. വെള്ളം കണ്ടോ, പൈപ്പ് കൂടെ വരുന്നുണ്ടോ. എനിക്ക് തോന്നി ചിറന്ന് വരുന്നെന്ന് തോന്നുന്നു. ചിറന്നുള്ളതുകൊണ്ടില്ല, ടാങ്കിൽ നിന്ന് വരുന്നു. അടിപൊളി തണുപ്പ്. തണുപ്പ് ഇതോടെ കാര്യം ചെരുപ്പ് എടുക്കാൻ പറ്റി. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് ഇപ്പോൾ തിരിച്ച് നമ്മൾ അവിടെയൊക്കെ പോയിട്ട് ചിറലൊക്കെ പോയിട്ട് തിരിച്ച് വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പം ഫസ്റ്റ് നമ്മൾ പറഞ്ഞില്ലായിരുന്നു ഇന്നലെ വീശുവെന്ന് പറഞ്ഞപ്പോൾ നമുക്കൊരു വരാനെ കിട്ടി. അതിനെ ഇപ്പം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എന്താണ്ട് ഇതിനായിട്ട് നമുക്ക് ഇന്നലെ പിടിച്ചേ വരാം വീശുവലായിട്ടപ്പോൾ. ഈ വരാനെ ഇന്നലെ പിടിച്ചേ ഒന്നേ കിട്ടുള്ളൂ, ഒന്ന് പോകല്ലേ. അപ്പോൾ എന്താണ്ട് ഈ വലയ്ക്കകത്ത് നമ്മൾ ഇന്നലെ മീനെ പിടിച്ച് വീശുവലാട്ടോ. അത് തോരാൻ വേണ്ടി ഇട്ടേക്കുക. പിന്നെ എന്താണ്ട് ഇവിടെ ഞങ്ങൾക്ക് കുറച്ച് ഇതുണ്ട് കേട്ടോ, ഗപ്പിവെള്ളത്തിലൊക്കെ ഉണ്ട് കേട്ടോ. ഇതിനിപ്പം ഓരോന്നായിട്ട് മാറ്റിയിട്ടേക്ക്. ഇതിനകത്ത് കൊച്ചുങ്ങളാണെന്ന് തോന്നുന്നു അല്ലേടാ. ഇതിനകത്താണ്ട് ഫുള്ള് കൊച്ചുങ്ങളുണ്ട്. ഇതിനെ സെയിലിട്ടേക്ക് കേട്ടോ. വേണ്ട, ഇവനാണ് ഇതിനെ വളർത്തുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങളുടെ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഗായ്സ് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ സൈഡിൽ കാണുന്ന ബെല്ലൈക്കണം എനേബിൾ ചെയ്യുക. പിന്നെ ലൈക്ക് ചെയ്യുക. പരമാവധി നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതിനും വരെ ബൈ.